മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീഷ്ണതയോടെ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങി ഈശോയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ജീവിതത്തിലും കുടുംബത്തിലും കണ്ടെത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 12-ാമത്തെ ഈ ദിവസത്തിൻ്റെ നമ്മുടെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സമാധാനം ആർക്കാണ് ലഭിക്കുക എന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. ദൈവ സാന്നിധ്യമുള്ളിടത്താണ് സമാധാനമുണ്ടാവുക. നമ്മളൊക്കെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, ഒരു സമാധാനമില്ല, എവിടെ പോയാൽ സമാധാനം കിട്ടും. സമാധാനത്തിന് വേണ്ടി അലയുകയാണ്. ലോകത്തിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, ദേശത്ത് സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം എവിടെ നഷ്ടമാകുന്നുവോ അവിടെ സമാധാനം നഷ്ടമാകുമെന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ ദൈവ സാന്നിധ്യം നഷ്ടമായിരിക്കുക, ദൈവകൃപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത്. ദൈവ സാന്നിധ്യത്തെ തിരികെ എടുക്കാൻ സാധിച്ചാൽ, ദൈവ സാന്നിധ്യം നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ സമൂഹത്തിലുണ്ടായാൽ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ തിരുവചനത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിച്ചാൽ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾക്ക് നടുവിലും സമാധാനം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈശോ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതത്തെ നമ്മിൽ ക്രമപ്പെടുത്താം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ നിറയ്ക്കണമേ. ഇവരുടെ ഭവനങ്ങളെ ആശീർവദിക്കണമേ, അധ്വാനങ്ങളെ ആശീർവദിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഇവർക്കിടയാകട്ടെ. അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ, അങ്ങയുടെ അഭിഷേകം ഇവരിൽ നിറയട്ടെ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങൾ, പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.